ഞങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് കടലുണ്ടിയാണ് കേട്ടോ. ഇവിടെ വളരെ പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് എത്തി നിൽക്കുന്നത്. ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു പ്രത്യേക ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഒരു ബോട്ട് സർവീസ് ആണല്ലേ അനു? അപ്പോൾ ബോട്ട് സർവീസ് എന്ന് പറഞ്ഞാൽ സാധാരണ ബോട്ട് സർവീസ് അല്ല കേട്ടോ. കണ്ടൽ വനത്തിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ബോട്ടിൽ കൂടെ ഇങ്ങനെ പോകും. അതൊരു പ്രത്യേക ഫീൽ ആവില്ല ചേട്ടാ? അപ്പോൾ കൂടെ ഉള്ളത് ഇതാ അച്ചേട്ടൻ, കുഞ്ഞേച്ചി, അനു, മനു, സോനു ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഒരു എൻട്രി പാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ 10 രൂപ. കുട്ടികൾക്കില്ല, വലിയവർക്ക് മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ 6 ആളാണല്ലേ. അപ്പം ഞങ്ങൾ 6 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ബോട്ടിലേക്ക് കയറുകയാണ് കേട്ടോ. ഏറ്റവും പേടിയുള്ള ആള് എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ മനു തന്നെയാണ്. ബോട്ട് ഭയങ്കര പേടിയാണ്. പക്ഷെ അതിന് ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു പേടിയും പേടിക്കണ്ട. അതെ അതെ, ചെറിയൊരു പേടി ഇല്ലാതില്ലാറില്ലേ പരിപാടി. വലതുകാൽ വെച്ച് ഐശ്വര്യമായിട്ട് തന്നെ കയറാം. ഒരു പേടിയില്ല, നല്ല രസമുണ്ടായി. ഇല്ലില്ല, നമ്മളന്ന് പിന്നെ അമ്പൽപ്പാടത്തേക്ക് പോയ ആ തോണി കയറിയ പോലെ നല്ല കേട്ടോ. അത് നല്ലൊരു മറ്റേത് പറഞ്ഞാൽ ഒരു കുഞ്ഞല്ലേ, ഇത് കുറച്ച് അത്യാവശ്യം ഇതാ വലിപ്പുണ്ട്. ആടാതിരിക്കൊന്നുമില്ല. നല്ല രസമുണ്ടല്ലേ അണ്ട് ട്രെയിൻ പോണോക്ക്. അപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ്. കണ്ടൽക്കാട് ഇവിടുന്ന് നോക്കിയിട്ട് അങ്ങനെ ദൂരെ കാണണുള്ളൂ കേട്ടോ. പക്ഷേ ആളടുത്തേക്ക് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ എത്തും. ഇപ്പൊ ഏകദേശം ഒരു നടുക്കൊന്നും എത്തിയിട്ടില്ല. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഒരുപാട് ബോട്ട് സർവീസ് ഉണ്ടല്ലേ? ആ, ഒരുപാടുണ്ട്. എല്ലാത്തിനും ആളും ഉണ്ട് കേട്ടോ. അപ്പോഴേ ഇതൊന്നല്ല കേട്ടോ, ഇത് തുടക്കം അല്ലേ? അങ്ങനെയാണ് കേട്ടോ. ഇവരൊക്കെ എന്നോട് പറഞ്ഞത്. ഇവരിവിടെ വന്ന് പരിചയമുള്ള ആൾക്കാരാണ്, അനുവൊക്കെ. പക്ഷെ ഞാനും മനും ആദ്യമായിട്ടാണ്. കുഞ്ഞേച്ചി അല്ല ചേട്ടാ, ഞങ്ങളൊക്കെ ആദ്യമായിട്ടാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് അടുത്തത് എന്നുള്ളത്. ഇപ്പൊ വേലിയേറ്റത്തിന്റെ സമയമാണ് കേട്ടോ. വെള്ളം നന്നായിട്ട് പൊങ്ങി നിൽക്കുന്നുണ്ട്. അതെ, ഇവിടെ 8 ടൈപ്പ് കണ്ടലുകളാണുള്ളത്. അതിൽ ഒറ്റ വെറൈറ്റിയാണ് ഈ കാണുന്ന മൊത്തം. ഒരു നക്ഷത്ര കണ്ടൽ എന്നാ പറയാ. ഇതിന്റെ കായ്ക്ക് നക്ഷത്രത്തിന്റെ മാതിരിയുള്ള. പിന്നെ ഏതൊക്കെയുള്ള? പിന്നുള്ളത് പിന്നെ പ്രാന്തൽ കണ്ടൽ എന്ന് പറഞ്ഞൊരു കണ്ടലുണ്ട്. പിന്നെ വലിയ ഉപ്പട്ടി, പിന്നെ കണ്ണാമ്പൊട്ടി, കുറ്റിക്കണ്ടൽ, ചുള്ളിക്കണ്ടൽ. അതൊക്കെ ഈ ഭാഗത്തുണ്ടോ? നമ്മളെ ഈ യാത്ര 1 മണിക്കൂറിന്റെ യാത്രയിൽ ഒരുവിധം ഭാഗങ്ങളൊക്കെ. വലിയൊരു കൊക്ക് മണി ഉള്ളിൽ ബ്ലാക്ക് ഹെഡഡ് എന്ന് പറഞ്ഞൊരു ബേർഡ്സ് ആണ്. ഇത് ശരിക്കും പക്ഷികളെ ഒരു പക്ഷി സങ്കേതം അല്ലേ? പക്ഷി സങ്കേതമാണ്. പൂർണ്ണമായിട്ട് ബേർഡ്സുകൾ എത്തുന്നത് ഡിസംബർ ജനുവരിയിലാണ്. പക്ഷെ ഇപ്രാവശ്യം ബേർഡ്സ് പറ്റ കമ്മിയാണ്, കുറവല്ലേ? ഈ കാണുന്ന പിന്നെ വെള്ളത്തിന്റെ ഐറ്റം ഉള്ളൂ, ആയം കുറവാണ് ഈ ഭാഗങ്ങളൊക്കെ. ഇതൊക്കെ വേലിയേറ്റുള്ള സമയങ്ങളിൽ ഇത് ഈ ഭാഗങ്ങൾ കൂടെ ഒക്കെ പോകാൻ കഴിയുള്ളൂ. നക്ഷത്രക്കണ്ടൽ പറിക്കാൻ പോവാണ് കേട്ടോ. പൂവുണ്ട്, മൊട്ടുണ്ട്, കായുണ്ട്. കാക്കമ്മക്ക് വേണ്ടിയിട്ട് ഇത് അടുപ്പിക്കുന്നുണ്ട്. തോണി നശിപ്പിക്കാൻ പാടില്ല എന്നാണ്. വ്യൂവേഴ്സിന് ഇത് കാണാത്ത ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ടാവല്ലോ. അപ്പോൾ അവർക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മളെ സഹയാത്രികനായിട്ടുള്ള തോണിക്കാരൻ നമ്മളോട് പറിക്കാൻ പറഞ്ഞു കേട്ടോ. കണ്ടോ, പേര് പോലെ തന്നെ നക്ഷത്രത്തിൻ്റെ അതേപോലെ ഉണ്ട്. നിങ്ങളിപ്പോൾ ഈ ബോട്ട് സർവീസ് തുടങ്ങിയിട്ട് കുറേ ആയോ? ഇത് ഇങ്ങനെ ആയിട്ട് ഒരു 8 വർഷത്തിന്റെ അടുത്തായി. 8 വർഷമോ? സാധാ തോണികളിലായിരുന്നു ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. മീനൊക്കെ പിടിക്കാൻ പോവേന്നോ? ഓ, ഇവിടെ അടുത്ത് തന്നെ അല്ലേ കടല്? കടലാ പാലത്തിന്റെ അപ്പുറം. നിങ്ങളെ വീട് എവിടെയാ? അതിന്റെ അടുത്ത് തന്നെയാണ്.
കടലിന്റെ അടുത്താ? അല്ല നമ്മൾ ബോട്ട് കയറിയില്ല, ബോട്ട് കയറിയണ്ടേ. ഇവിടെ ഒരു നിശ്ചിത സമയമൊക്കെ ഉണ്ടോ? എങ്ങനെയൊക്കെയാ അതിന്റെ അവസ്ഥ? 8 മണി മുതൽ 5 മണി വരെ. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ അല്ലേ? ഒരു ബോട്ടിൽ എത്ര ആള് വരെ കയറും? 8 പേരാണ് കണക്ക്. 8 പേര്. അപ്പൊ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 2 പേരും കൂടി, 2 പേരൊക്കെ കൂടിയാലും കുഴപ്പമില്ല അല്ലേ? ഒരു മണിക്കൂറിന്റെ യാത്രക്ക് 1000 രൂപ. ആ, പക്ഷെ നല്ല 1000 രൂപ കൊടുത്താലും ഇത്രയും നല്ല ഭംഗിയിൽ നമുക്ക് ഈ ഒരു കാഴ്ചകളൊക്കെ കാണാം അല്ലേ? ഒരു ടീം ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്, നമ്മൾ അങ്ങോട്ട് കയറും. അപ്പോൾ എങ്ങനെയുണ്ട്? അടിപൊളിയാണോ അവിടെ? സൂപ്പറാ? അല്ലല്ല, ഞങ്ങൾ അതിലൂടെ ഒക്കെ കറങ്ങി വരും. ഇപ്പം നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ അവിടെ മറ്റേ തോണിയിൽ. അപ്പോൾ വ്ളോഗ് ചെയ്യുന്ന ആളാ, ഞാൻ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്താ ഒരു സൗണ്ട് കേട്ടത്. നമുക്ക് ഓരോ ഫോട്ടോസ് എടുക്കാനാണ് അത് അവിടെ നിർത്തിയത്. അവിടെ പോയിട്ട് ഓരോ ഫോട്ടോസ് ഒക്കെ എടുത്തു. ജെല്ലി ഫിഷ് ഇങ്ങനെ ആവണ സാധനം. ഇതിന്റെ വിത്ത് നേരെ വെള്ളത്തിലേക്ക് അങ്ങോട്ട് വീഴും. മരത്തിന്റെ മുകളിൽ നിന്ന് നീളമുള്ള വിത്താണ്, അത് നേരെ വെള്ളത്തിലേക്ക് അങ്ങോട്ട് വീഴും. അപ്പൊ പിന്നെ ആ ചളിയിലോട്ട് ആഴ്ന്നിറങ്ങും. അങ്ങനെ അവിടെ കിടന്ന് അങ്ങനെ മുളച്ചിട്ടാണ് ഈ കണ്ടൽ കാടുകൾ ഉണ്ടാവുന്നതാണ് നമ്മളെ പ്രകൃതി സ്നേഹിയായിട്ടുള്ള അച്ചേട്ടന്റെ പുതിയ കണ്ടുപിടുത്തം. ചിലപ്പോൾ അതന്നെ ആയിരിക്കും കേട്ടോ. ഇനി അങ്ങനെ അല്ലാന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായം പറയാം. 2001 തീവണ്ടി അപകടം ഉണ്ടായിട്ടുള്ള കടലുണ്ടി പാലാണ് കേട്ടോ നമ്മളെ പുറകിൽ കാണുന്നത്. ഒരു ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യം തന്നെയാണ്. അതിന്റെ അവശേഷിപ്പുകളാണ് ഇരുമ്പിന്റെ തൂണുകൾ. നമ്മൾ ആ ഒരു പാലത്തിന്റെ താഴെ കൂടെ കേട്ടോ ഈ ഒരു തോണി പോണേ. അല്ല, അങ്ങനെ യാത്രയില് ട്രെയിന് പോണത് കിട്ടലുണ്ടായിരുന്നു. അത് രസാവൂലേ? ഇത് ഇവിടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം കാണുന്നത് ഇപ്പൊ എനിക്ക് വന്നേല് വെച്ചിട്ട് ഇവിടെയാണ് കേട്ടോ. അങ്ങോട്ടാണ് നമ്മൾ പോണേ. അത് ഇവിടുന്ന് കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയാണ് അറിയോ. ഇതൊക്കെ എല്ലാവരും ഒന്ന് വന്ന് കാണണം കേട്ടോ. ഒരേപോലെ വെട്ടി വെച്ച പോലെ അല്ലേ? ഇതാണ് വലിയ ഉപ്പട്ടി എന്ന് പറഞ്ഞൊരു കണ്ടല്. വലിയ ഉപ്പട്ടി നിങ്ങൾ നേരത്തെ പറഞ്ഞ ഇതിന്റെ ഇലകള് ഇതിന്റെ മുകളിൽ നിറയെ നമ്മൾ അങ്ങാടിയിൽ നിന്ന് വാങ്ങണ ഉപ്പിന്റെ മയത്തെ ഉപ്പുകൾ കാണാം. ഇതിനെ ഉപ്പ് ഊറ്റിന്ന് അതും അറിയപ്പെടുന്നുണ്ട്. കാരണം ഇത് കടലിൽ നിന്ന് കയറുന്ന ഉപ്പ് വെള്ളമാണ്. ഉപ്പിനെ വലിച്ചെടുത്തിട്ട് ഇലകൾ കൂടെ പുറം തള്ളുന്ന ഒരു പ്രക്രിയയാണ്. അതാണ് വലിയ ഉപ്പൂറ്റി. വലിയ ഉപ്പൂറ്റി. നമ്മളെ പൊടിയുപ്പ് ഇലയുമ്പോ വെതറിയ പോലെ നല്ല ഉപ്പ്. റൈസാപോറ എന്ന് പറഞ്ഞ ഒരു കണ്ടലാണ്. റൈസാപോറ. പ്രാന്തൽ കണ്ടൽ എന്ന് മലയാളത്തിൽ പറയും. എന്താണ്? പ്രാന്തൽ. പ്രാന്തൽ. പീക്കണ്ടൽ, പ്രാന്തൽ കണ്ടൽ. നമ്മള് പഠിച്ചൊരു ഓർമ്മ ഇങ്ങനെ ഉണ്ട്. ആള് പറഞ്ഞു തരുമ്പം നമ്മളെ സ്കൂളിൽ നിന്ന് ഇങ്ങനെ പഠിപ്പിച്ചൊരു ഓർമ്മ ഇങ്ങനെ ചെറുതായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇത് ഇവിടെ ഫോറസ്റ്റ് ചെറിയ തൈകൾ നട്ടു വളർത്തിയതാ. ഇതെന്ന് ഇപ്പൊ നമ്മള് കയറാൻ പോണതെന്ന് പറഞ്ഞാല് ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള കണ്ടലാണ് കേട്ടോ. അപ്പൊ ഇതുവരെ നമ്മൾ കണ്ടത് പ്രകൃതിയായിട്ട് ഉണ്ടാക്കി വന്നിട്ടുള്ള കണ്ടലാണ്. അപ്പൊ അതിനൊരു പ്രത്യേകത ഉണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവല്ലോ. ഒരേ രീതിക്ക് ഇങ്ങനെ കുറച്ച് ഭാഗങ്ങളായിട്ട് ഇങ്ങനെ വെച്ച് പിടിപ്പിച്ച് കൊണ്ടുവന്നതാണ്. പക്ഷെ ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതുവരെ കണ്ടതിനെ വെച്ചിട്ട് നമുക്ക് ഒന്നും കൂടി ഭംഗിയുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പോയോണ്ടിരിക്കുന്നത്. ഈ പൊങ്ങി നിൽക്കണമൊക്കെ അതിൻ്റെ വേരുകളാണ് കേട്ടോ. ഇത്രയും ഉയരത്തിലല്ലേ വേര് കണ്ണ്. മരത്തിൻ്റെ ഏകദേശം പകുതി മുതൽ വേര് തുടങ്ങിയിട്ടുണ്ട്. ഇതാ പുതിയ വേര്, നമുക്ക് കുഞ്ഞു വേര്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വേര്. പക്ഷികളെ നല്ല രസമുള്ള സൗണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ നിലത്ത് വീണ് മുളച്ച് കാണുന്ന കുഞ്ഞു കണ്ടൽ തൈകളാണ് കേട്ടോ കാണുന്നതൊക്കെ. ഇപ്പൊ ഈ ചെറിയ കുഞ്ഞു തൈയൊക്കെ കാണുന്നുണ്ടല്ലോ, ഇത് പറിച്ചെടുക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ലല്ലോ. ഫോറസ്റ്റിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് അല്ല, ഞാൻ അങ്ങനെ ചോദിച്ചല്ല. പക്ഷെ നമ്മളവിടെ ഉള്ള വെള്ളത്തിലൊന്നും ഉണ്ടാവില്ലല്ലോ. ഇതിന് വളരാൻ അനുകൂലമായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഇത് വളരുള്ളൂ കേട്ടോ. നമ്മളെ ആമ്പലും താമരയൊന്നും പറിച്ചു കൊണ്ടുപോകണ പോലെ ഇതും പറിച്ചു കൊണ്ടുപോകാൻ പറ്റൂല. കാരണം കൊണ്ടുപോയിട്ട് ഉണ്ടാവില്ല. അപ്പൊ എന്റെ സംശയങ്ങളാണ് കേട്ടോ ഞാൻ ഇക്കാനോട് ഇങ്ങനെ ചോദിക്കണത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലുമൊക്കെ അറിവുകളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് എഴുതാം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. ഒരിക്കലും ഉപകാരമായി ആയി മാറുന്നത്. സുനാമിനെ വരെ തടുക്കാനുള്ള ശേഷി ഉണ്ടെന്ന് പറഞ്ഞു ഈ കണ്ടലിന് ഒരു പരിധി വരെ. ഈ ഒരു കണ്ടൽക്കാടിന്റെ പ്രത്യേകത ഞാൻ കണ്ടത് പറയുകയാണെന്നുണ്ടെങ്കിൽ അറിയോ, സാധാരണ എല്ലാ മരങ്ങളിലേക്കും മുകളിലേക്കല്ലേ ചുള്ളി ഉണ്ടാവും അല്ലേ?
ഇതൊക്കെ ഇതിന്റെ അതെ അത് വേരാണ്. പക്ഷെ നമുക്ക് ചുള്ളിയായിട്ടാണ് തോന്നുന്നത്, പക്ഷെ അത് അതിന്റെ വേരാണ് കേട്ടോ. കണ്ടാ ചുള്ളിക്കമ്പുകളാണെന്നേ തോന്നുന്നു. അങ്ങനെ നമ്മളിതാ ആ കുഞ്ഞു കുഞ്ഞു വലിയ വലിയ വേരുകളൊക്കെ വന്നിട്ടുള്ള ആ ഒരു കണ്ടൽക്കാടിൻ്റെ ഇത് ഇവിടെ വെച്ച് അവസാനിച്ചിട്ടുണ്ട്. ഇനി വേറൊരു തരം കണ്ടൽക്കാട്. എന്താല്ലേ ഇക്ക ഈ കണ്ടൽക്കാടിന്റെ പേര്? ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്ന വലിയ ഉപ്പട്ടി എന്ന് പറഞ്ഞ. വലിയ ഉപ്പട്ടി. പേര് പോലെ തന്നെ അത്യാവശ്യം വലിയ മരങ്ങളാണ് കേട്ടത്. എല്ലാ മരങ്ങളുടെ പേരിനൊരു പ്രത്യേകത, അതെ ആ ഒരു പേരിനോട് സാമ്യമുള്ള രീതിയിൽ തന്നെയാണ്. പക്ഷെ ഇതിന്റെ ഇലകൾക്ക് പ്രത്യേകത ഉണ്ട്, ചെറിയ ഇലകളാണ്, കുഞ്ഞു കുഞ്ഞു ഇലകൾ. ഇത് വേറൊരു വെറൈറ്റി ആണ്. ഞാൻ ചോദിക്കാൻ നിൽക്കുന്നു. ചുള്ളിക്കണ്ടൽ എന്ന് പറയും. ഇവിടെ ഒരു മുള്ളു പോലെ കാണുന്നുണ്ടല്ലോ ഈ ഇലക്കിലെ, അതെ അതിന്റെ പേരെന്തേന്നു? ചുള്ളിക്കണ്ടൽ. നല്ല പൂക്കൾ വിരിയ അതില്. ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നല്ല പൂക്കൾ ഉണ്ടാവും. നമ്മളിപ്പോ ഈ ഒരു കണ്ടൽക്കാടിന്റെ ഉള്ളിൽ വന്നിട്ട് ശരിക്കും നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ നമ്മൾ മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം. ശരിക്കും മക്കളൊക്കെ കൊണ്ട് അവർക്ക് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഈ ഒരു കണ്ടൽ വനത്തിനെ കുറിച്ച് തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതൊരു കണ്ടൽ ചെടീന്റെ ഒരു വിത്താണ്. വിത്ത് അല്ലേ? അതായത് പ്രാന്തൽ കണ്ടൽ എന്നാണ് ഇതിന്റെ പേര്. ഇത് മരത്തിന്റെ മുകളിൽ നിന്ന്, അതായത് കണ്ടൽ വനത്തിന്റെ മരത്തിന്റെ മുകളിൽ നിന്ന് ഇതിങ്ങനെ ഉണ്ടാവും. ഇത് മൂപ്പത്തി കഴിഞ്ഞാൽ ഇത് താനെ ഞെട്ടറ്റിട്ട് താനെ ഇത് താനെ ആ ചളിയിലേക്ക് ഇങ്ങനെ വീഴും. ചളിക്ക് വീണ് കണ്ട് പൂണ്ട് കഴിഞ്ഞാല് ചതുപ്പില് അങ്ങനെ കുറെ നിന്ന് കഴിഞ്ഞാല് ഇവിടുന്ന് മുള പൊട്ടും. മുള പൊട്ടിയിട്ട് വീണ്ടും വേരിങ്ങനെ ഇറങ്ങിയിട്ട് വീണ്ടും ഇതേമാതിരി കണ്ടൽ വനങ്ങളായി. ഇത് നല്ലൊരു പ്രത്യേകത കേട്ടോ. ഇതൊക്കെ പറഞ്ഞാല് ആദ്യമായിട്ട് കാണാണ് ഇങ്ങനെയൊക്കെ ഒരു സംഭവം. ഇതിന്റെ പേര് പ്രാന്തൽ കണ്ടൽ. ഇത് നമ്മൾ ഒരിക്കലും വെറുതെ നശിപ്പിക്കാൻ പാടില്ല. വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഇത് എങ്ങനെ ഉണ്ടാവുന്നതെന്ന് വേണ്ടിയിട്ട് പറഞ്ഞു തന്നതാണ്. അപ്പൊ ഇത് കണ്ടപ്പോ നല്ലൊരു കൗതുകമുള്ള കാര്യമാണ്. അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞതാണ്. നമുക്കിത് ഭാഗ്യവശാൽ കിട്ടിയതാണ്. ഇങ്ങനെ പോന്നപ്പോ ജസ്റ്റ് ഇങ്ങോട്ട് പൊട്ടി ചാടിയതാണ്. അപ്പൊ നമ്മളെ തോണിക്കാരൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങളിപ്പോൾ എനിക്ക് വിശദമായിട്ട് പറഞ്ഞത്. അങ്ങനെ ഈ കണ്ടൽക്കാടുകൾ ഒന്നും കൂടി ശക്തിയോടെ വളരാൻ വേണ്ടിയിട്ട് ഞങ്ങളെ വകയായിട്ട് ഞങ്ങളിതാ ഈ ഒരു വിത്തിനെ ഇവിടെ ആഴ്ത്തി വെക്കുകയാണ്. പോയി നമുക്ക് വെള്ളം കയറി കൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ വലിയ ഉപ്പട്ടിൻ്റെ വേരുകൾ നിറയെ കാണാം ഈ ഭാഗങ്ങളിൽ. ഇതൊരു തുരുത്താണ്, ഒരു ബാലാതുരുത്ത് എന്ന് പറഞ്ഞാൽ ഒരു 150 വീടുകളുള്ള ഒരു തുരുത്താണ്. 150ഓളം വീടുകളുള്ള ഈ തുരുത്തില്. ഇതിലെ ആദ്യത്തെ നടപ്പാതായിരുന്നു ഈ നമ്മൾ ഈ കാണുന്ന പാലം. ഇപ്പൊ ഇതിലേക്ക് റോഡും പാലങ്ങളൊക്കെ വേറെ ഇതിന്റെ ഫസ്റ്റ് എൻഡിൽ നിന്ന് തുടങ്ങുന്നുണ്ട്. ഒറ്റക്കാലിൽ തപസ്സിരിക്കുന്ന കൊറ്റികളെ കാണാമല്ലേ. ഇത് വെറും 3 വീടുള്ള ഒരു ചെറിയ തുരുത്ത. അതിലേക്ക് റോഡൊന്നുമില്ല. അവർക്ക് പിന്നെ ഈ റെയിൽവേന്റെ ചെറിയ ഫുട്പാത്ത് മാത്രമേ ഉള്ളൂ. ശരി. അപ്പൊ അവർക്കുള്ള സൗകര്യങ്ങളൊക്കെ അപ്പൊ എങ്ങനെയാ? സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാല് കൂടുതലും തോണികളാണ്, അവര് ചെറിയ വഞ്ചികളാണ് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോ നല്ല വെള്ളമൊക്കെ വരുമ്പോ ആ വീടുകളിലേക്ക് അല്ല ഇവിടെ അതിന് അഴിമുഖം ഞാൻ പറഞ്ഞല്ലോ, വേലിയേറ്റം വേലിയിറക്കം മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാതെ ഒരു വെള്ളപ്പൊക്കമായിട്ട് വരൂല. അതുകൊണ്ട് പിന്നെ അവർക്കൊക്കെ സുരക്ഷിതമായിട്ട് നിൽക്കാം എല്ലാ സമയത്തും. സാൻഡ് പൈപ്പ് പറഞ്ഞറിയും. എന്താ കഥ? എല്ലാം ഇന്നൊന്നും തിന്നാന്ന് കിട്ടിയില്ല. ഇപ്പൊ ഡാൻസ് കളിക്കണ്ടല്ലോ. മണലൂതിന്നും മലയാളത്തിൽ അറിയപ്പെടുന്നു. അപ്പൊ ഇതുവരെ നമ്മളെ കൂടെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്ന് നമ്മളെ കൂടെയുള്ള സഹയാത്രികന്റെ പേര് നിങ്ങൾക്ക് അറിയണ്ടേ? സിദ്ദീഖ് എന്നാണ് ആളെ പേര് കേട്ടോ. നിങ്ങളെ സ്ഥലം എവിടെയായിരുന്നു? ഇവിടെ തന്നെ ബോട്ട് കയറി കടലുണ്ടിയിലാണ്. നമ്മള് ബോട്ട് അവിടെ കയറി കടലുണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് ആളെ വീട്. അപ്പൊ ഇതേപോലെയുള്ള യാത്രകൾക്ക് ഈ സിദ്ദീഖിനെ പോലെയുള്ള ഒരുപാട് തോണിക്കാര് ഈ ഒരു കടലുണ്ടി പുഴയിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരും. അപ്പൊ ഞങ്ങൾക്ക് കിട്ടിയ ആളെ പേര് സിദ്ദീഖ് എന്നാണ്. ആള് നല്ല രീതിയിൽ തന്നെ നമ്മളെ കൂടെ ഞങ്ങളെ നല്ല രീതിയിൽ കെയർ ചെയ്ത് എൻജോയ് ഒക്കെ ചെയ്യിച്ചിട്ടും കൊണ്ട് തന്നെയാണ് ഈ ഒരു യാത്ര ഞങ്ങൾക്ക് സമ്മാനിച്ചിട്ടുള്ളത്. നമ്മൾ ഇനി കാണാത്ത 2 കണ്ടലും കൂടി ഇവിടുന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോ വലിയ ഉപ്പട്ടി കണ്ട്, ചുള്ളിക്കണ്ടൽ കണ്ട്, നക്ഷത്ര കണ്ടൽ കണ്ട്, പ്രാന്തൽ കണ്ടൽ കണ്ട്. ഈ നേരെ മുന്നിൽ ഇത് കുറ്റിക്കണ്ടൽ എന്നാ പറയാം. ഈ ഒരു ഇലക്ക് വ്യത്യാസം കണ്ടില്ലേ? കണ്ടു. നല്ല ഒരു പെൻസിൽ പോലത്തെ നമ്മൾ നേരത്തെ കണ്ട വിത്തിന്റെ ഏകദേശം അത്ര വലിപ്പം ഉണ്ടാവില്ല, ഒരു പെൻസിലിന്റെ അത്ര ഉണ്ടാവും. അത് ഇതിന്റെ വിത്താണിത്. കുറ്റിക്കണ്ടലിന്റെ വിത്താണ് ഈ കാണുന്നത്. ഇതൊക്കെ അതേ സിസ്റ്റം അത്ര വലിപ്പം ഉണ്ടാവില്ല, ചെറുത് ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത് അതേ സിസ്റ്റം തന്നെയാണ് അല്ലേ? അതിന്റെ ചെറുത് നമ്മൾ നേരത്തെ കണ്ട് വലുത്, ഇതിന്റെ ചെറുത് കുഴിച്ചിടാ ഇങ്ങനെ അങ്ങനെ ആക്കണം എന്നാ പറഞ്ഞത്. പിന്നെ ഇനിയുള്ളത് ഒരു ഡേഞ്ചർ കണ്ടല. ഇത് കണ്ണാപ്പൊട്ടി എന്നാ അതിന്റെ പേര്. അതിന്റെ ഇലകൾ പറിച്ചു കഴിഞ്ഞാല് ഒരു പാല് പോലത്തെ കറ കാണാം. അത് കണ്ണിലായി കഴിഞ്ഞാൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടും. അത്രയും ഡേഞ്ചറാണത്. ടൗണിലുള്ള ഒരു ബാച്ചാണ്. അവര് പറഞ്ഞ ഒരു അനുഭവം ഉണ്ട്. ഇത് സത്യം തന്നെ ആണെന്നുള്ളത് തെളിയിച്ചിട്ടുണ്ട്. അത് പക്ഷെ അതിന്റെ വേരുകളായിരുന്നു ആദ്യം നമ്മളെ കുപ്പി
ശരിക്ക് പണ്ടൊക്കെ ഉണ്ടായിരുന്ന കോർക്കില്ലേ, ആ. അത് ഉപയോഗപ്പെടുത്തിയത് ഇതിന്റെ വേരുകളായിരുന്നു. ഇതുണ്ടല്ലോ, ഇതിന്റെ ഉള്ളിലേക്ക് കേറുമ്പോ തന്നെ ഉള്ള മാറ്റം എന്താരോ, ഒരേ സമയം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളും ഉണ്ട്, ഒരേ സമയം നമ്മളെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളും ഇതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതാണ് അപ്പൊ എല്ലാ ഒരു ഇതും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഇതിനുള്ളിൽ കയറി. ഇനി ഈ ഭാഗങ്ങൾ വരെ വള്ളിക്കുന്ന് മലപ്പുറം ഇതിന്റെ ബോർഡർ ആയിരുന്നു, വള്ളിക്കുന്ന് പഞ്ചായത്തിന്റെ. ഇവിടുന്ന് അങ്ങോട്ട് ഇനി കാലിക്കറ്റാണ്, കടലുണ്ടി. അതിലെ ഒരു തുരുത്ത് മാത്രമേ കടലുണ്ടിക്കുള്ളൂ, നമ്മൾ നേരെ മുന്നേ കാണുന്നത്. അതിലൊരു റിസോർട്ടാണ് ആ കാണുന്നത്. അപ്പൊ ഇതുവരെ നമ്മള് മലപ്പുറത്തിന്റെ ആ ഒരു ബോർഡറിലായിരുന്നു. ഇപ്പൊ നമ്മള് കോഴിക്കോടിലേക്ക് ഇതാ പ്രവേശിച്ചിട്ടുണ്ട്. കടലുണ്ടി വള്ളിക്കുന്ന്. ഇന്നത്തെ നമ്മളെ ക്യാമറമാനാണ് കാണുന്നത്. സോനുവാണ് നമ്മളെ ക്യാമറമാൻ. ഇന്ന് അധിക ഷോട്ടുകളും സോനുവിന്റെ വകയാവുന്നത്, കുറച്ചൊക്കെ എന്റെ വക. അങ്ങനെ നമ്മളിത് ഫിനിഷ് ചെയ്യാണ്. ഒരു ക്യാമറയിൽ വെച്ച് കാണാവുന്നതിൽ അപ്പുറത്തുള്ള കാഴ്ചകളാണ് ഈ ഒരു കണ്ടൽക്കാടിന്റെ ഉള്ളിൽ നമുക്ക് കാണാനുള്ളത്. നമ്മളെ വ്യൂവേഴ്സിന് ഇവിടെ വന്ന് കാണാൻ പറ്റാത്ത വ്യൂവേഴ്സ് ഉണ്ടാവുമല്ലോ, എല്ലാവർക്കും ഇവിടെ വന്ന് കാണാൻ കഴിയണേന്നാണ് നമ്മളെ പ്രാർത്ഥന. അങ്ങനെ കാണാൻ പറ്റാത്ത വ്യൂവേഴ്സിന് ഇവിടുത്തെ എല്ലാ കാഴ്ചകളും അതിന്റെ എല്ലാ ഭംഗിയോടുകൂടി തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഞങ്ങൾ ആഗ്രഹം. അപ്പൊ ഇന്ന് എന്റെ കൂടെ 2 ക്യാമറാമാൻ, മനു, കൂടെ സോനു, പിന്നെ കൂടെ അനുദാ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഫസ്റ്റ് ലൈക്ക് ചെയ്യുക, പിന്നെ ഒന്ന് ഷെയർ ചെയ്യുക, കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കട്ടോ. അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല കാഴ്ചകൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നിങ്ങൾ ഫുഡുകൾ മാത്രമല്ലാതെ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് കാഴ്ചകളും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാണിച്ചു തരും. ഇനിയിപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതേപോലത്തെ എന്തെങ്കിലും പ്രഷ്യസ് ആയിട്ടുള്ള നല്ല നല്ല അറിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും നാട്ടിലേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ, സാഹചര്യമൊക്കെ ആവുകയാണെങ്കിൽ ഞങ്ങൾ വരും. നിങ്ങളെ കൂടെ നിന്നിട്ട് ആ ഒരു കാഴ്ചകളൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്യും. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്ന് പാടടി കാക്കക്കറുമ്പി, അന്തിക്കുളം കമത്തി ഞാൻ ഇളങ്കള്ള് കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. കര കാണാ കടലല മേലെ മോഹപ്പൂങ്കുരുവി പറന്നേ, അറബിപ്പൊന്നാണ്യം പോലെ ആകാശത്തമ്പിളി വന്നേ, ഇളം തെന്നലീണം പാടിവാ. നമ്മള് തിരിച്ചെത്തി. അയ്യോ, ഇത് നമ്മള് തിരിച്ചെത്തി. ഇത് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരികയല്ലേ? അത് ശരി. ഇത് അപ്പൊ നമ്മളെപ്പോഴെ കോഴിക്കോട് നിന്ന് തിരിച്ച് മലപ്പുറത്തേക്ക് കടന്ന് കറങ്ങി വേറെ ഒന്നുമില്ല കേട്ടോ നമ്മളെ മനസ്സിൽ അല്ലേ? ആ ഒരു കണ്ടൽക്കാടിന്റെ അതെ ആ ഒരു ചിന്ത എനിക്ക് മിസ്സാവില്ല. ഇതിൽ പോന്നില്ലെങ്കിൽ ഞാൻ ഇല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു, ഇനി നിർബന്ധിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അതെ, മനസ്സ് നമ്മളൊന്നുമില്ലേ, നമ്മള് ഫ്രഷ് ആയിട്ട് വേറെ ടെൻഷനും കാര്യങ്ങളോ നമ്മളെന്തൊക്കെയോ ടെൻഷനും കൊണ്ട് കേട്ട് ഇതിന്റെ ഉള്ളിൽ കയറി ഒക്കെ അവിടെ ഒന്നും കൂടി പോകാൻ തോന്നല്ലേ? ആസ്വദിച്ചു. ഓ കിട്ടില്ല സാധനം. നന്ദി. പേടിയൊക്കെ നിങ്ങൾ മാറ്റി തന്നെ. ഞാൻ തൊയാനൊക്കെ കൊടുക്കലുണ്ടായിരുന്നു. നമ്മള് പിന്നെ ഇതിലായതുകൊണ്ട് തൊയാനൊന്നും തന്നിട്ടില്ല. അപ്പൊ ഇത്രയും നല്ല അടിപൊളിയായിട്ടുള്ള എൻജോയ്മെന്റ് തന്നിട്ടുള്ള ഈ ഒരു യാത്രക്ക് ഞങ്ങള് സഹയാത്രികനായിട്ട് കൂടെ കൂടിയത് സിദ്ദിഖിക്കാണ്. അപ്പൊ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ, ഒരുപാട് താങ്ക്സ് ഉണ്ട്. അങ്ങനെ ഞാനിതാ എന്റെ ലൈഫ് ജാക്കറ്റ് ഒക്കെ അഴിക്കാൻ പോവാണ്. അപ്പൊ ഇത്രയും നല്ല അടിപൊളി യാത്ര എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ യാത്ര തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വരാൻ പറ്റുമെങ്കിൽ എന്തായാലും ഇവിടെ വന്നിട്ട് ഈ ഒരു യാത്രകൾ എന്തായാലും എൻജോയ് ചെയ്യണം. അത്രയും നല്ല നല്ല കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു കണ്ടൽ കാടുകൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ കാഴ്ചകൾ നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്യാൻ വരും എന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടി ഞങ്ങൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. അതുവരെയ്ക്ക് എല്ലാവർക്കും ടാറ്റാ. ഇവിടെ വേലിയാറ്റും വേലിയിറക്കം എന്നുള്ള ഒരു പ്രതിഭാസം ഉണ്ട് ഇവിടെ. അപ്പോൾ എന്താ വെച്ചാൽ ഈ വേലിയാറ്റുള്ള സമയങ്ങളിൽ നമ്മളിപ്പോൾ ഈ പോയ ഭാഗങ്ങൾക്കൊക്കെ പോകാൻ കഴിയുള്ളൂ. ഈ വേലിയിറക്കമുള്ള സമയങ്ങളിൽ നമുക്ക് പോയ കൂടെ മാത്രമേ സഞ്ചരിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ 2 വ്യത്യാസം. അപ്പോൾ വിളിച്ച് വരികയാണെങ്കിൽ നമ്മൾ കറക്റ്റ് വേലിയേറ്റം പറഞ്ഞു. അപ്പോൾ വിളിച്ചിട്ട് വരികയാണെങ്കിൽ അപ്പോൾ ഇക്കാന്റെ നമ്പർ ഞങ്ങൾ വീഡിയോന്റെ താഴെ കൊടുക്കാം. മാത്രമല്ല ഇവിടെയുള്ള എല്ലാവർക്കും അല്ല, ഞങ്ങളെ കൂടെ നിങ്ങളല്ലേ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ നിങ്ങളെ നമ്പറല്ലേ കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അസൗകര്യമാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിന് കൊടുത്തോണ്ട് ഫുള്ള് വേണോ? നിങ്ങളെ പൈസ അല്ലേ? നിങ്ങളെ വീഡിയോ കാണണം കേട്ടോ.